കേരളം സുരക്ഷിതമല്ല എന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പിണറായി വിജയൻ. കേരളത്തിലെയും കർണാടകത്തിലെയും സ്ഥിതിഗതികളുടെ വ്യത്യാസം എല്ലാവർക്കും അറിയാമെന്ന് പിണറായി പറഞ്ഞു. കേരളത്തിൽ എല്ലാവർക്കും സ്വൈര്യമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണുള്ളത്. അതാണോ കർണാടകത്തിലെ സ്ഥിതിയെന്നും പിണറായി ചോദിച്ചു. ബിജെപി ഭരണമുള്ളടമായാലും എല്ലാ തടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത്? നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളയാമെന്നാണോ? അത് ഈ നാടും ജനങ്ങളും സമ്മതിക്കില്ല. വെറുതെ ഉണ്ടായതല്ല ഇത്. വർഗീയതക്കെതിരെ ജീവൻ കൊടുത്തു പോരാടിയവരാണ് ഈ മണ്ണിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം. ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൂട്ടുകെട്ടുകൾ രൂപപ്പെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് ബി.ജെ.പി. വിനാശകരമായ ഒരു ശക്തിയായി മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ സഹകരണത്തിനിടയിലും കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിപുരയിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവരുടെ അതിക്രമം സിപിഎമ്മിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബി.ജെ.പി. അധികാരം പിടിച്ചത് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാണ്. പിന്നീട് ബി.ജെ.പി. അതിക്രമങ്ങളുടെ വിളനിലമായി ത്രിപുര മാറി. ഏകാധിപത്യ നടപടികളെ ചെറുത്തുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ത്രിപുരയിൽ ഉയർന്നു വരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോന്നി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം വിനോദയാത്ര കഴിഞ്ഞെത്തിയിട്ടും അടങ്ങാതെ അവധി വിവാദം. കെ.യു. ജനീഷ് കുമാർ എം.എൽ.എക്കെതിരെ കോന്നി താലൂക്ക് ഓഫീസിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തുന്ന അധിക്ഷേപങ്ങളാണ് പുതിയ വിവാദത്തിന് കാരണം. കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയതിനു പിന്നാലെയാണ് എം.എൽ.എ അധിക്ഷേപിച്ചുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ എം.എൽ.എ നടത്തിയത് നാടകമാണെന്നും ഓഫീസ് അറ്റൻഡൻസ് പരിശോധിക്കാൻ എം.എൽ.എക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും സന്ദേശങ്ങളിൽ പറയുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ രാജേഷ് അഡ്മിനായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് എം.എൽ.എക്കെതിരായ പ്രചരണം. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന ഡെപ്യൂട്ടി തഹസീൽദാർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എം.എൽ.എ പറഞ്ഞു. ഇതിപ്പോൾ എം.എൽ.എയുമായിട്ടുള്ളൊരു തർക്കമല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. ജീവനക്കാരുടേത് ഗുരുതര സർവീസ് ചട്ടലംഘനമാണ്. കോറി ഉടമകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് വിവാദത്തിന് പിന്നിലെന്നുമാണ് എം.എൽ.എയുടെ ആരോപണം. CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിലും എം.എൽ.എയുമായുള്ള അഭിപ്രായ ഭിന്നതയും വാട്സപ്പ് സന്ദേശങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നിലുണ്ട്. കൂട്ട അവധി വിഷയത്തിൽ എം.എൽ.എക്കെതിരെ കഴിഞ്ഞ ദിവസം CPI കോന്നി മണ്ഡലം കമ്മിറ്റി പരസ്യമായി രംഗത്ത് വന്നതും ഇടതുമുന്നണിയിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. കോന്നിക്ക് പിന്നാലെ കോഴിക്കോടും കൂട്ടാവധി. സബ് കളക്ടറുടെ ഓഫീസിൽ 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 3-നായിരുന്നു വിവാഹം. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഓഫീസാണ്. സ്റ്റാഫ് കുറവായതിനാൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരും അവധിയെടുത്തു. നിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 8-അംഗ സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ബംഗളൂരുവിലെ HCG ആശുപത്രിയിലാകും അർബുദരോഗവുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സകൾ നടക്കുക. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. UDF കൺവീനർ MM ഹസൻ, ബെന്നി ബെഹനാൻ MP തുടങ്ങിയവർക്കൊപ്പം ആശുപത്രിക്ക് പുറത്തെത്തിയ ഉമ്മൻചാണ്ടിയെ കാണാൻ നേതാക്കൾക്ക് പുറമെ പുതുപ്പള്ളിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചുകൂടി. ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഉമ്മൻചാണ്ടി പതിഞ്ഞ ശബ്ദത്തിൽ നന്ദി പറഞ്ഞു. ഇവിടുത്തെ ചികിത്സയിൽ പൂർണ്ണ തൃപ്തി. വളരെയധികം നന്ദി നിംസ് ഹോസ്പിറ്റലിനോട്.
ഇവിടുത്തെ മിസ്റ്റർ ഫൈസലിനോട് അത് സ്റ്റാഫിനോട് രേഖപ്പെടുത്തി ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നിരുന്നു. അത് ശരിയല്ല, എന്നെ വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നന്ദി. ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതിനായി മൊബൈൽ ICU യൂണിറ്റ് സജ്ജമായിരുന്നെങ്കിലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സാധാരണ സഞ്ചരിക്കാറുള്ള വാഹനത്തിൽ വിമാനത്താവളത്തിലേക്ക്. AICC സജ്ജമാക്കിയ ചാർട്ടേഡ് വിമാനത്തിൽ 3:30 ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. നിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരും കുടുംബാംഗങ്ങൾക്കൊപ്പം ഉമ്മൻചാണ്ടിയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരിയിൽ KSU എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി മിവ ജോളിയെ പോലീസ് അപമാനിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. തൃക്കാക്കര ACPയോട് കൊച്ചി DCP റിപ്പോർട്ട് തേടി. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് DGPക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം വനിതാ പ്രവർത്തകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളമശ്ശേരി CI സന്തോഷ് തന്നെ പരസ്യമായി അപമാനിച്ചതെന്ന് മിവ ജോളി ന്യൂസ് 18നോട് പറഞ്ഞു. കളമശ്ശേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയപ്പോഴാണ് സംഭവം. വനിതാ പോലീസ് സ്ഥലത്തില്ലാത്തതിനാൽ കളമശ്ശേരി CI അടക്കമുള്ള പുരുഷ പോലീസുകാർ മിവ ജോളിയെ കടന്നുപിടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പരാതി. CM ഇതിന് പാസ് ചെയ്തു പോയതിനു ശേഷം അവിടെ യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ല. മാന്യമായി അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ട പോലീസ് ചെയ്തത് വളരെ ക്രൂരമായിട്ട്. അവിടെ വനിതാ പോലീസ് അവിടെ ഉണ്ടെന്നിരിക്കെ എന്നെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CI ഉദ്യോഗസ്ഥൻ അനാവശ്യമായി വരികയും ആവശ്യമില്ലാതെ എന്നെ മർദ്ദിക്കുകയും തലയിൽ അടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്ത് ആവശ്യമില്ലാതെ പ്രകോപനം ഉണ്ടാക്കി അസഭ്യം പറയുകയും പോടി എന്നെല്ലാം പറയുകയും എല്ലാം ചെയ്തു. വനിതാ പ്രവർത്തകയെ സമരമുഖത്ത് അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവും കൊച്ചി DCCയും രംഗത്തെത്തി. DCC പ്രസിഡന്റ് DGPക്ക് പരാതി നൽകി. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ കൊച്ചി DCP തൃക്കാക്കര ACPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നാളെ മിവ ജോളിയുടെ മൊഴിയെടുക്കും. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ പൊൻകുന്നം സന്ദർശനത്തിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. ജില്ലാ ജനറൽ സെക്രട്ടറി നൈഫ് ഫൈസി, കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കളരിക്കൽ, കോൺഗ്രസ് ടൗൺ വാർഡ് പ്രസിഡന്റ് ES സജി എന്നിവരെ കാഞ്ഞിരപ്പള്ളി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിൽക്കുമ്പോഴായിരുന്നു ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. ബജറ്റിലെ അധിക നികുതിയുമായി ബന്ധപ്പെട്ട് താനും KPCC അധ്യക്ഷനും പറഞ്ഞത് ഒരേ കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു. നികുതി അടയ്ക്കരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിനെ പരിഹസിച്ചാണ് K സുധാകരൻ സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളിലും കൂടിയാലോചന നടക്കുന്നുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ നികുതി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, പരിഹസിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. അത് ഇന്നലെ അദ്ദേഹവും ഞാനും ഒന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ രണ്ടാണെന്നും പറഞ്ഞാണല്ലോ കൊടുത്തത്. അല്ല, അത് കളിയാക്കിയാണല്ലോ പറഞ്ഞത്. അത് സമരമാർഗത്തെ പറ്റിയാണെങ്കിൽ അത് KPCC പ്രസിഡന്റ് പറയും. അങ്ങനെ പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് UDF അല്ലല്ലോ പറയണത്. പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറയും. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്നാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ തർക്കമാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണത് കണ്ടു. നികുതി ബഹിഷ്കരണ വിവാദം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതൊന്നും സർക്കാരിനെ ബാധിക്കില്ല. PK ശശിക്കെതിരായ അന്വേഷണം മാധ്യമ സൃഷ്ടി മാത്രമാണ്. റിസോർട്ട് വിവാദത്തിൽ അന്വേഷണം വേണ്ടെന്നാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നാടാണ് കേരളം. ലോകം മുഴുവൻ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അന്ധവിശ്വാസവും അജ്ഞതയും അശാസ്ത്രീയമായ നിലപാടുകളും ചരിത്രവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും ഉൾപ്പെടെയുള്ള പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് കേരളം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിബന്ധമാണ്. അതുകൊണ്ട് പറയുന്ന കാര്യം മാത്രമേ കണക്കിലെടുക്കേണ്ടിയുള്ളൂ. അതിനപ്പുറമൊന്നും കേരളത്തെപ്പറ്റി ആർക്കും പറയാനില്ല. വിവിധ കേസുകളിൽ നിയമോപദേശങ്ങൾക്ക് സർക്കാർ ചെലവഴിച്ചത് 1,47,00,000. 3 വർഷം ചെലവഴിച്ച തുകയുടെ കണക്കാണിത്. നിയമമന്ത്രി P. രാജീവ് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ. സംസ്ഥാനത്ത് വിപുലമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോൾ പുറത്തുനിന്ന് വാദിക്കാൻ കൊണ്ടുവന്ന അഭിഭാഷകർക്ക് സർക്കാർ നൽകിയ 12 കോടിയുടെ കണക്കുകൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുറത്തുവന്നത് വിവാദമായിരുന്നു. PK ബഷീർ MLAയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കഴിഞ്ഞ 3 വർഷം നിയമോപദേശത്തിന് ചെലവാക്കിയ തുകയുടെ കണക്ക് മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയത്. സോളാർ കേസിൽ നിയമോപദേശത്തിന് നൽകിയത് 5,50,000 രൂപ.
സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ തേടിയ വാക്കാലുള്ള അഭിപ്രായത്തിനും ചിലവായി 15 ലക്ഷം രൂപ. ഓരോ വർഷവും നിയമോപദേശം തേടാനായി സർക്കാർ ചിലവാക്കിയ തുക വ്യക്തമായി മറുപടിയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിൽ മാത്രം 284 ജീവനക്കാരുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 567 ജീവനക്കാരുണ്ട്. കൂടാതെ 141 താൽക്കാലിക ജീവനക്കാർ വേറെയും. നിയമവകുപ്പ് ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ചിലവുകൾക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനുമായി ഇക്കഴിഞ്ഞ ബജറ്റിലും കോടികൾ നീക്കിവച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് കൽപ്പറ്റയിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പമെത്തിയ ആദിവാസി യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ ഗൌരവമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് വിശ്വനാഥനെ ചിലർ മർദ്ദിച്ചെന്നാണ് പരാതി. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിനു ശേഷമാണ് ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത്. കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനൊടുക്കാൻ കാരണമെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വിശ്വനാഥന്റെ സംസ്കാര ചടങ്ങുകൾ കൽപ്പറ്റ പറവയൽ കോളനിയിലെ വീട്ടുവളപ്പിൽ നടന്നു. ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വിശ്വനാഥനെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആരോപണ വിധേയരായ സുരക്ഷാ ജീവനക്കാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ന്യൂസ് 18 വയനാട്. ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകളില്ലെന്ന് പോലീസ്. യുവാവിനുമേൽ മോഷണക്കുറ്റം ആരോപിച്ചെങ്കിലും പരാതിക്കാരില്ല. കഴുത്തിൽ കയറ് കുരുങ്ങിയ പാടുകളാണ് കണ്ടതെന്നും മെഡിക്കൽ കോളേജ് ACP K സുദർശൻ പറഞ്ഞു. അപ്പം തന്നെയാണ് നമുക്ക് കഴുത്തിൽ തൂങ്ങിയതിന്റെ ഒരു പരിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യം വെച്ച് ചെയ്യും. മർദ്ദനം നടന്നതിന് വെളിവായിട്ടില്ല. കാരണം ഒരു മോഷ്ടാവണെന്ന് പറഞ്ഞിട്ട് ആരോപിച്ചെന്നൊരു പറയുന്നുണ്ട്. അത് മർദ്ദനം നടന്ന എന്ന് പറയുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം കൂടുതലായിട്ട്. വിശ്വനാഥനെ കാണാതായ അന്ന് തന്നെ പോലീസിൽ ഭാര്യയുടെ അമ്മ ലീല പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസിനൊപ്പമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ത്രിപുരയിലെ ഭരണകൂട ഭീകരത കാരണം ജനങ്ങളാണ് ഈ സഖ്യം വേണമെന്ന് തീരുമാനിച്ചത്. രാജ്യത്തിലെ സ്ഥിതി പരിഗണിച്ചാണ് ദേശീയതലത്തിലും കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ലാത്തതിനാലാണ് സഖ്യത്തിനായി അവരെ ക്ഷണിക്കാത്തതെന്നും സീതാറാം യെച്ചൂരി ന്യൂസ് 18നോട് പറഞ്ഞു. CNN ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ കോമാലിക സെൻഗുപ്ത യെച്ചൂരിയുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. Political temperature of Tripura is high, and we have with us Sitaram Yechuri. We're just going to talk to him. Mr. Yechuri, what's the feel on the ground? Well, the mood of the people for the last few days that I've been here and campaigning is for a change. They want this government to go. They want a government that can protect their democratic rights and ensure the rule of law. And they are actually fed up with this misrule. Another question is, what is the status of Tripura Mutha? You said today only local level adjustment. Now, can you please define that? Well, that is up to them. We appeal to them. They also agree in principle. Division of votes should not give advantage to the BJP. They are not fighting all the seats. So what they are doing, they say that they have not given a candidate against your secretary also. Secretary also. So and since they are openly declaring that they are against the BJP. So it depends at the local level, as I said. So the local level people will take the relevant decisions. Who has the greater chance of defeating the BJP? And you have support to that? But there's what the people will support. It's not our support. So how is it to be with the arch rivals in Tripura, Congress? Well, the point is today the situation is not only in Tripura but all over the country, except where the alternative is only between us and the Congress, like in Kerala. In all other places, we have decided very clearly that the need for all
patriotic forces to come together to safeguard the secular democratic character of the Indian Republic. That is the foremost task today. For that we appeal to everyone who is willing to come forward, including the Congress, including any force that is willing Trinamool? Trinamool is not willing to do that. That we see. And what we said during the last assembly elections in Bengal is actually turning out to be being vindicated. So one last question: the way opposition is, behaving in Parliament, what do you have to say? Well, the opposition is behaving very responsibly. It is the government that is being irresponsible. Is it? But they are saying that you're defaming, you're attacking the individual, and you're not allowing the Parliament to run. Who's not allowing? They are not allowing the Parliament to run. In a similar situation, in a weaker situation than what we have in today's conditions, JPCs were formed when the BJP was in the opposition. And if they say everything is hunky-dory, nothing is wrong, so what is wrong in having a JPC which will endorse their position? The fact that they are unwilling to do that is the giveaway. And what will be the numbers of left in Tripura? How confident are you of change? No, you see, the battle is begun. Every seat I'm contesting to win. Quite confident, and there is going to be a local level adjustment with Tripura Motha. The leadership has a support directly or indirectly. That's very clear from what Mr. Yechury said. This is Kumalika Sengupta with Anshuman Roy reporting for CNN News 18 from Agartala. ബിജെപിയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യമുണ്ടാക്കുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതിന്റെ ഫലമാണ് ത്രിപുരയിലെ സഖ്യം. കേരളത്തിലെ CPM-ന് കോൺഗ്രസ് വിരുദ്ധ വികാരമാണ്. കേരളത്തിലെ CPM-നെ കൂടി യെച്ചൂരി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ CPM-ന് ചിന്ത എപ്പോഴും കോൺഗ്രസ് വിരുദ്ധ വികാരമാണ് അവരുടെ പ്രയോറിറ്റി. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ ഉള്ളൂ. BJP ഉയർത്തുന്ന വർഗീയ ഫാസിസമാണ് ഈ രാജ്യത്തെ ഏറ്റവും അപകടമുള്ള കാര്യം. കേരളത്തിലെ CPM-നെ കൂടെ യെച്ചൂരി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കണം. ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ്. ആ BJP-യെ തോൽപ്പിക്കാൻ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ പറ്റാവുന്നവരുമായിട്ടൊക്കെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ബൂത്ത് തല ഭവന സന്ദർശന പരിപാടിയായ ഹാത്ത് സെ ഹാത്ത് ജോഡോ അഭിയാൻ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം KC വേണുഗോപാൽ നിർവഹിച്ചു. ബൂത്ത് തല ഭവന സന്ദർശനങ്ങൾ ഫെബ്രുവരി 24 വരെയാണ്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 21 വരെ പദയാത്രകളും സംഘടിപ്പിക്കും. 7 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റി. മഹാരാഷ്ട്ര, ലഡാക്ക് ഗവർണർമാരുടെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. രമേശ് ബൈസാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ. CP രാധാകൃഷ്ണൻ ഝാർഖണ്ഡ് ഗവർണറാകും. ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സിക്കിമിലും, പഹു ചൌഹാനെ മേഘാലയയിലും, ലാ ഗണേശനെ നാഗാലാൻഡിലും ഗവർണറായി നിയമിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി അബ്ദുൾ നസീറാണ് ഇനി ആന്ധ്രാപ്രദേശ് ഗവർണർ. അയോധ്യ, മുത്തലാഖ് കേസുകളിൽ വിധി പറഞ്ഞ ബെഞ്ചിൽ അംഗമായിരുന്നു അബ്ദുൾ നസീർ. കൊല്ലം പരവൂരിൽ കൈക്കുഞ്ഞുമായി യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. പരവൂർ ഒഴുകുപാറ സ്വദേശി ശ്രീലക്ഷ്മി, 1 വയസ്സുകാരനായ മകൻ സൂരജ് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 4:30യോടെയാണ് സംഭവം. വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേർന്നു. ഷാനോസ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? വിവരങ്ങൾ എന്താണ്? വൈകിട്ട് 4:30യോടെയാണ് 4:30 സംഭവം ഉണ്ടായത്. 4 ദുഃഖത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ നേത്രാവതി എക്സ്പ്രസിന് മുന്നിലേക്കാണ് ശ്രീലക്ഷ്മി 1 വയസ്സുകാരനായ മകൻ സൂരജുമായി ചാടിയത്. കൊല്ലം പരവൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 പേരും തൽക്ഷണം മരിച്ചു. പോലീസും പ്രതികാരിയും സ്ഥലത്തെത്തി മൃതദേഹം അവിടുന്ന് നീക്കം ചെയ്തു. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? കുടുംബ പ്രശ്നമാണോ, മറ്റെന്തെങ്കിലും കാരണമാണോ ഇതിന് ഈ ആത്മഹത്യയിലേക്ക് ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പരവൂർ ഒഴുകുപാറ സ്വദേശി ശ്രീലക്ഷ്മി എന്ന യുവതിയും 1 വയസ്സുകാരനായ മകൻ സൂരജ് എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. മകനുമായി ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. ട്രെയിൻ കയറിയിറങ്ങി തൽക്ഷണം ഇവർ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു വിവരം അല്പസമയത്തിനായി ലഭ്യമാകും. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഇവർ കടന്നത്, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് സംബന്ധിച്ച് പോലീസ് അടക്കമുള്ള അധികാരികൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാലും ആ വിവരം അല്പസമയത്തിന് പങ്കുവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.